നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. ആളൂർ ആനത്തടത്ത് ജൂൺ 15-ന് പോലീസ് ജീപ്പ് ഇടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് വിദ്യാർത്ഥിയായ ജുവിൻ രാജു മരണമടഞ്ഞ സംഭവത്തിൽ യഥാർത്ഥ കുറ്റക്കാരെ രക്ഷിക്കാനുള്ള അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLAയുടെ നടപടിക്കെതിരെ ജനകീയ പ്രതിഷേധം ഉയരണമെന്ന് CPIM മാള ഏരിയ കമ്മിറ്റി പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പോലീസ് വാഹനത്തിന്റെ അമിത വേഗതയും അശ്രദ്ധയുമാണ് ദുരന്തത്തിനിടയാക്കിയത്. എന്നാൽ നിയമസഭയിൽ MLAയുടെ സബ്മിഷനിൽ പോലീസിന്റെ ഉത്തരവാദിത്വം മറച്ചുവെക്കാനും നിരപരാധികളായ വിദ്യാർത്ഥികളെ പ്രതിക്കൂട്ടിലാക്കുവാനുമാണ് ശ്രമിച്ചതെന്ന് പ്രസ്താവനയിൽ ആരോപിച്ചു. ജനങ്ങളുടെ ജീവനും നീതിയും സംരക്ഷിക്കേണ്ട ജനപ്രതിനിധി സർക്കാരിനെ വെള്ളപൂശുന്ന നിലപാട് സ്വീകരിച്ചത് ജനങ്ങളോടുള്ള കടുത്ത വഞ്ചനയാണ്. അപകടത്തിൽ പരിക്കേറ്റ അനന്തകൃഷ്ണൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ തുടരുകയാണ്. അപകടം നടന്ന് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ആഭ്യന്തരമന്ത്രിയോ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ കുടുംബത്തെ ആശ്വസിപ്പിക്കുവാനോ വിവരങ്ങൾ അന്വേഷിക്കുവാനോ തയ്യാറായിട്ടില്ലെന്നത് സർക്കാർ നിലപാടിൽ സംശയമുളവാക്കുന്നതാണ്. ജുവിൻ രാജുവിന്റെ കുടുംബത്തിനും അനന്തകൃഷ്ണനും ലക്ഷക്കണക്കിന് രൂപ ചികിത്സാ ചെലവ് വന്നിട്ടും കുടുംബത്തിന് അടിയന്തര ധനസഹായം അനുവദിക്കാത്തത് സർക്കാരിന്റെ ക്രൂരമായ അനാസ്ഥയാണ്. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിച്ച് ജുവിൻ രാജുവിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരവും അനന്തകൃഷ്ണന്റെ മുഴുവൻ ചികിത്സാ ചെലവും സർക്കാർ ഏറ്റെടുക്കണം. ഇക്കാര്യങ്ങളിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും തെറ്റായ നിലപാടുകൾ സ്വീകരിച്ച MLA അപകടത്തിന് ഇരയായ കുടുംബത്തോടും നാടിനോടും മാപ്പ് പറയണമെന്നും CPIM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട അമ്മന്നൂർ ഗുരുകുലത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഗുരുസ്മരണ ദശരൂപക മഹോത്സവം ജൂലൈ 1 മുതൽ 12 വരെ അമ്മന്നൂർ ഗുരുകുലത്തിലെ മാധവ നാട്യഭൂമിയിൽ അരങ്ങേറുമെന്ന് അമ്മന്നൂർ ഗുരുകുലം വൈസ് പ്രസിഡന്റ് സൂരജ് നമ്പ്യാർ, സെക്രട്ടറി സരിത കൃഷ്ണകുമാർ, ട്രഷറർ നാരായണൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൂടിയാട്ട ഇതിഹാസം പത്മഭൂഷൺ അമ്മന്നൂർ മാധവ ചാക്യാർ അന്തരിച്ചിട്ട് ജൂലൈ 1-ന് 18 വർഷം തികയും. ഗുരു അമ്മന്നൂരിന്റെ അനുസ്മരണ ദിനമായ ജൂലൈ 1-ന് വൈകിട്ട് 5-ന് ചേരുന്ന അനുസ്മരണ സമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ ഉദ്ഘാടനം ചെയ്യും. വേണുജി അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ കലാമണ്ഡലം മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KG പൗലോസ് ദശരൂപകങ്ങളെ കേന്ദ്രീകരിച്ച് അമ്മന്നൂർ സ്മാരക പ്രഭാഷണം നടത്തും. ഗുരുസ്മരണ കൂടിയാട്ട മഹോത്സവം കൂടിയാട്ടത്തിലെ വിവിധ ആശയങ്ങൾ, സങ്കേതങ്ങൾ തുടങ്ങി വിവിധ പ്രമേയങ്ങളെ ആസ്പദമാക്കിയാണ് അവതരിപ്പിക്കുന്നത്. ഈ വർഷം നാട്യശാസ്ത്രത്തിലെ ദശരൂപക വിധാനത്തെ ആസ്പദമാക്കി 10 രൂപകങ്ങളുടെയും രംഗാവതരണങ്ങളാണ് ദശരൂപക മഹോത്സവത്തിൽ അരങ്ങേറുക. ഗുരു അമ്മന്നൂരും അദ്ദേഹത്തിന്റെ ശിഷ്യരും സംവിധാനം ചെയ്ത കൂടിയാട്ടങ്ങളാണ് ദശരൂപകങ്ങളുടെ വിവിധ രൂപകങ്ങളായി അരങ്ങേറുന്നത്. മത്തവിലാസം, പ്രവാസനം, രുക്മിണീഹരണം, രസസദനം, സുദ്രമദനം, ചന്ദ്രികാവീതി, സുഭദ്ര ധനഞ്ജയം, ഒന്നാമങ്കെ, ത്രിപുരദാഹം, ഊരുഭംഗം, കല്യാണ സൗഗന്ധികം, വ്യയോഗം, അരണ്യസംഖ്യാംഗം, മൃച്ഛഘടികം എന്നീ കൂടിയാട്ടങ്ങളാണ് അരങ്ങേറുന്നത്. ദിവസവും വൈകിട്ട് 5:30-ന് ദശരൂപകങ്ങളിലെ വ്യത്യസ്ത രൂപകങ്ങളെക്കുറിച്ച് പ്രഭാഷണം നടത്തും. ജൂലൈ 11-ന് ശനിയാഴ്ച രാവിലെ 9:30-ന് നടക്കുന്ന ഗുരു അമ്മന്നൂർ സ്മൃതി പൂജ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്യും. 50-ലധികം കലാകാരന്മാരും 15ഓളം പ്രഭാഷകരും ദശരൂപക മഹോത്സവത്തിൽ പങ്കെടുക്കും. അതിനുശേഷം നമ്മൾ എല്ലാ വർഷവും ആ ജൂലൈ 1-ന് ഗുരുസ്മരണ ദിനമായിട്ട് ആചരിക്കും. അതിനോടനുബന്ധിച്ച് കൂടിയാട്ടത്തിന്റെ ഒരു സങ്കേതത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടൊരു ഫെസ്റ്റിവൽ നടത്താറുണ്ട്. അപ്പൊ ഇത്ര ദിവസം എന്നില്ല, ഓരോ തവണയും നമ്മൾ ഏതാണ് എടുക്കുന്ന സങ്കേതം അതിനനുസരിച്ചിട്ടുള്ള ദിവസങ്ങളാണ് സാധാരണ പതിവ്. ഇത്തവണ 12 ദിവസമാണ് കൂടിയാട്ട മഹോത്സവം വരുന്നത്. പിന്നെ ഇത്തവണത്തെ ഫെസ്റ്റിവലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദശരൂപകങ്ങൾ എന്നാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനമല്ല. നാട്യശാസ്ത്രത്തിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക ഇതാണ്. നാടകങ്ങളുടെ പ്രത്യേക രൂപകങ്ങളായിട്ടാണ് 10 പറയുന്നത്. അത് കൂടിയാട്ടത്തിന് മാത്രമേ അതിനെ ഒരു ഫെസ്റ്റിവൽ വരെ ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് ഇതേവരെ ഒരു ദിക്കിലും നടന്നിട്ടുമില്ല. അത്രയും വലിയൊരു സംഭവമാണ് ശരിക്കും നടക്കുന്ന മഹോത്സവം. മാത്രമല്ല അമ്മന്നൂരാശാന്റെ എല്ലാ ശിഷ്യന്മാരും ഏകദേശം 50ഓളം കലാകാരന്മാർ ഈ 12 ദിവസങ്ങളായിട്ട് ഇവിടെ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട
ടോക്കുകൾ, ഇതിൻ്റെ പ്രഭാഷണങ്ങൾ, ഏകദേശം 15 പ്രഭാഷണങ്ങൾ ഇതിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പം സംസ്കൃത സാഹിത്യവുമായിട്ടും നാടകവുമായിട്ടും അതുപോലെ നമ്മുടെ കൂടിയാട്ടം പോലെയുള്ള കലാരൂപങ്ങളായിട്ടും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഈ നാട്യശാസ്ത്രത്തിൽ പറയുന്ന ദശരൂപകങ്ങളിലെ ഓരോ വിഷയത്തിനെയും പ്രതിപാദിച്ചുകൊണ്ടുള്ളതാണ്. കാരണം സാധാരണ ഒരു സെമിനാർ പേപ്പർ പോലെയല്ല. കാരണം ഒരു വിഷയം എടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ പറയുന്ന പോലെയല്ല. ഈ ഒരു ചെറിയൊരു വിഷയത്തിനെ കേന്ദ്രീകരിച്ച് ഇത്രയും ഉള്ളിലേക്ക് ഇറങ്ങി പറയുക എന്നുള്ളത് കലാകാരന്മാരെ സംബന്ധിച്ചും അതുപോലെ ഗവേഷകര്, ആസ്വാദകർക്ക് വളരെ പ്രയോജനപ്പെടുന്ന പ്രഭാഷണങ്ങളാണത്. മാത്രമല്ല, സാധാരണ ഈ പ്രബന്ധം അവതരിപ്പിക്കാൻ എല്ലാവരും വലിയ സ്കോളേഴ്സാണ്. ഇത് സ്കോളേഴ്സിനോടൊപ്പം ഏകദേശം 12 പ്രഭാഷണങ്ങളോട് കലാകാരന്മാർ തന്നെയാണ് ചെയ്യണത് എന്നൊരു പ്രത്യേകത. രാഷ്ട്രീയപരമായും ആശയപരമായുമുള്ള വിയോജിപ്പുകൾ വ്യക്തിബന്ധങ്ങളെ ഉലയ്ക്കരുതെന്ന നിലപാടുള്ള വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് തേജസ് പുരുഷോത്തമനെന്ന മുൻ നിയമസഭാ സ്പീക്കർ VM സുധീരൻ അഭിപ്രായപ്പെട്ടു. അഡ്വക്കേറ്റ് തേജസ് പുരുഷോത്തമന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് മുനിസിപ്പൽ ടൗൺഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാവരുമായും വ്യക്തിബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്ന തേജസ് പൊതുരംഗത്തും അഭിഭാഷക വൃത്തിയിലും സത്യസന്ധത കാത്തുസൂക്ഷിച്ച വ്യക്തിത്വമായിരുന്നു. ആശയങ്ങൾക്കും സംവാദങ്ങൾക്കും പ്രാധാന്യം നൽകുന്നതാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലയെന്നും എന്നാൽ ജനാധിപത്യത്തിൽ ജനാധിപത്യം ഇല്ലാതാകുന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളതെന്നും VM സുധീരൻ പറഞ്ഞു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മാതൃഭൂമി മുൻ ഡെപ്യൂട്ടി എഡിറ്റർ MP സുരേന്ദ്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് ചിറ്റിലപ്പള്ളി, ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് MK അബ്ദുൾ സലാം, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, TV ചാർലി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് എന്നിവർ പ്രസംഗിച്ചു. എന്താണ് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതം, പൊതുരംഗത്തെ പ്രവർത്തനങ്ങൾ, അഭിഭാഷക വൃത്തിയിൽ അദ്ദേഹം കാണിച്ച ആ ഒരു സത്യസന്ധത, ആത്മാർത്ഥത, പൊതുപ്രശ്നങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനം, അതൊക്കെ നേരിട്ടറിയുന്ന ഒരു സദസ്സാണ് ഇത്. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഓർത്ത് പറയുക എന്ന് പറയുമ്പോൾ ആ സ്മരണം നമ്മെ വളരെയേറെ ഇപ്പോഴും വേദനിപ്പിക്കുന്നുണ്ട്. ആ വേർപാട്, ആ കൊച്ചനുജൻ നമ്മെ വിട്ടുപോയി എന്നൊരു യാഥാർത്ഥ്യമുണ്ടല്ലോ. ആ യാഥാർത്ഥ്യം അംഗീകരിക്കാൻ ഇപ്പോഴും മനസ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങളുടെയും അവസ്ഥ അതുതന്നെയായിരിക്കും എന്നെനിക്ക് അറിയാം. ഞാൻ തേജസ്സിനെ ആദ്യമായി കാണുന്നത് അദ്ദേഹം ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുന്ന കാലത്താണ്. ജാക്സനും അതുപോലെ ചില അടുത്തത്തെ കേസ് നേതാക്കളുമാണ് തേജസ്സിനെ എനിക്ക് പരിചയപ്പെടുത്തുന്നത്. തേജസ്സിനെ തുടർച്ചയായുള്ള ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീടാണ് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷേ വിദ്യാർത്ഥിയായിരുന്ന താലൂക്കിലെ KSU പ്രവർത്തകനായിരുന്ന തേജസ്, അദ്ദേഹത്തിൻ്റെ മനസ്സ്, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് വളരെയേറെ വിപുലമായ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിലെ വിശുദ്ധ തോമാസ് ലീഹായുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയാചരിക്കുന്ന ദുക്രാന തിരുനാൾ ജൂലൈ 3 വെള്ളിയാഴ്ച ആചരിക്കുമെന്ന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 25,000 പേർക്കാണ് നേർച്ച സദ്യ ഒരുക്കുന്നത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് നേർച്ച സദ്യ ക്രമീകരിച്ചിട്ടുള്ളത്. തിരുനാൾ ദിനമായ ജൂലൈ 3 രാവിലെ 7:30 നടക്കുന്ന ആഘോഷമായ ദിവ്യബലിക്ക് രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും. തുടർന്ന് ഊട്ടുനേർച്ച വെഞ്ചിരിപ്പ് നടക്കും. രാവിലെ 10:30 നടക്കുന്ന ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോൺ പാലിയേക്കര മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോബി മെനോത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് ആഘോഷമായ തിരുനാൾ പ്രദക്ഷിണം നടക്കും. അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ലിൻഡോ കാരേക്കാടൻ,
ഫാദർ ക്രിസ്റ്റോൺ കൈനാടത്ത് പറമ്പിൽ, ഫാദർ ജസ്റ്റിൻ കളർപാറ, തിരുനാൾ ജനറൽ കൺവീനറും ട്രസ്റ്റിയുമായ തോമസ് തൊകലത്ത്, ട്രസ്റ്റിമാരായ PT ജോർജ്, സാബു ജോർജ്, അഡ്വക്കേറ്റ് MM ഷാജൻ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ, തിരുനാൾ ജോയിന്റ് കൺവീനർമാരായ ഷാജു എബ്രഹാം, അഡ്വക്കേറ്റ് ഹോബി ജോളി, ജെയ്സൺ പൊന്തോക്കാരൻ, ഡേവിസ് ചക്കാലയ്ക്കൽ, പബ്ലിസിറ്റി കൺവീനർ റോബി കാളിയങ്കര, ജോയിന്റ് കൺവീനർ വർഗീസ് ജോൺ തെക്കിനിയത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവക ദേവാലയത്തിൽ വർഷങ്ങളായിട്ട് നടത്തിവരുന്ന ഇടവക മധ്യസ്ഥനായ മാർത്തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വ ദിനമാണ് ജൂലൈ മാസം 3-ാം തീയതി, വെള്ളിയാഴ്ചയാണ്. ദിവസങ്ങൾ അടുത്തെത്തി കഴിഞ്ഞു. ആ ദിവസം പ്രത്യേക തിരുക്കർമ്മങ്ങളുണ്ട്. പ്രധാനമായിട്ടും നടത്തുന്ന തിരുക്കർമ്മങ്ങളിലെ മുഖ്യ കാർമ്മികൻ നമ്മുടെ രൂപതയുടെ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പിതാവായിരിക്കും. അത് 7:30 മണിക്കാണ് വിശുദ്ധ ബലി ആരംഭിക്കുക. ബലിയർപ്പണത്തിനെ തുടർന്ന് 8:30 കൂടിയിട്ട് നേർച്ച വെഞ്ചിരിപ്പ് നടത്തുന്നതായിരിക്കും. ആ സമയം മുതൽ നമ്മൾ കടന്നു വരുന്ന തീർത്ഥാടകർക്ക് നേർച്ച വിതരണം ചെയ്യും. നമ്മുടെ സ്വർഗീയ മധ്യസ്ഥനാണ് മാർത്തോമാ ശ്ലീഹ. ഇരിഞ്ഞാലക്കുടയുടെ സംരക്ഷണത്തിന്, ഐശ്വര്യത്തിന്, പുരോഗതിക്ക്, സമാധാനത്തിന്, ഐക്യത്തിനൊക്കെ ദൈവം കനിഞ്ഞു തന്നിരിക്കുന്ന വിശുദ്ധനാണ് മാർത്തോമാ ശ്ലീഹ. ഈ മാർത്തോമാ ശ്ലീഹായോട് പ്രത്യേക പ്രാർത്ഥനയും ഭക്തിയും പ്രകടിപ്പിക്കുന്ന ഒരു പ്രത്യേക ദിവസം നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 6 മാസത്തോളമായി നമ്മളത് തുടങ്ങിയിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 5 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി പ്രദക്ഷിണവും പ്രത്യേക പ്രാർത്ഥനകൾ, നൊവേന, അതോടൊപ്പം തന്നെ മാസാദ്യ വെള്ളിയാഴ്ചകളിൽ നേർച്ചക്കഞ്ഞി, ഇതൊക്കെ വിതരണം ചെയ്ത് ഭക്തരായിട്ടുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് വന്ന് ചോദിച്ചാൽ ദൈവം കനിഞ്ഞ് അനുഗ്രഹിച്ചു കൊടുക്കുന്ന അനുഭവങ്ങൾ ധാരാളം സാക്ഷ്യമായിട്ട് ഇവിടെ ജനം പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇരിങ്ങാലക്കുട നോർത്ത് ഈസ്റ്റ് യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്ക് സ്വീകരണവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി MT വർഗീസ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് പ്രൊഫസർ KK ചാക്കോ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പ്രസിഡന്റ് KG സുബ്രഹ്മണ്യൻ, ബ്ലോക്ക് സെക്രട്ടറി KT ജോസ്, ട്രഷറർ MR വിനോദ് കുമാർ, വനിതാ കൺവീനർ M ശാന്തകുമാരി എന്നിവർ പങ്കെടുത്തു. സെക്രട്ടറി വത്സലകുമാരി KR സ്വാഗതവും ട്രഷറർ കൃഷ്ണകുമാർ TS നന്ദിയും പറഞ്ഞു. ഈ സംഘടനകള് എല്ലാവരും കൂടി ചേർന്നിട്ടാണ് 1992 കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ രൂപീകരിച്ചത്. ഇന്ന് ഈ സംഘടനയ്ക്ക് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ 30,975 അംഗങ്ങളുണ്ട്. ഈ ജില്ലയിൽ മാത്രം സംസ്ഥാന വ്യാപകമായിട്ട് 3,17,000 മെമ്പർഷിപ്പുള്ള സംഘടന. അത് ഇന്ത്യ മഹാരാജ്യത്തെ പെൻഷൻകാരുടെ ഏറ്റവും വലിയ സംഘടന എന്ന് പറയാൻ വേണ്ടി വന്നാൽ അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പെൻഷൻ സംഘടന. ഈ സംഘടനയുടെ പ്രത്യേകത, ഈ സംഘടനയ്ക്ക് ലാസ്റ്റ് ഗ്രേഡ് ക്ലാസ് 4 വിഭാഗം ജീവനക്കാർ തൊട്ട് ഡെപ്യൂട്ടി കളക്ടർ വരെയുള്ള ജീവനക്കാർ നമ്മളുടെ ഈ സംഘടനയിലുണ്ട്, ഈ ജില്ലയിൽ തന്നെയുണ്ട്. അപ്പോൾ ഇവിടെ ഏത് വിഭാഗം കാറ്റഗറിയിലുള്ളവർക്കും ഈ സംഘടനയിൽ അംഗസംഖ്യ മെമ്പർഷിപ്പ് എടുക്കാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ ജാതി, മതം, വർണ്ണമൊന്നും ബാധകമല്ല. ഇങ്ങനെ വിശാലമായ ഒരു സംഘടനയിൽ കടന്നു വന്ന ഈ പുതുമുഖങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കണം. നമ്മൾ ഈ സംഘടന രൂപീകരിക്കുമ്പോൾ നമ്മൾ ഈ പെൻഷൻ സർവീസിൽ ഇരുന്നപ്പോൾ നമുക്ക് വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ട്, മത കാഴ്ചപ്പാടുണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സംഘടന രൂപീകരിച്ചത്. അപ്പോൾ വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാർ, വ്യത്യസ്ത മതം, വ്യത്യസ്ത പവറുകൾ. ലയൺസ് ക്ലബ് ഓഫ് ഇരിങ്ങാലക്കുട വെസ്റ്റിന്റെ പുതിയ ഭാരവാഹികൾ സ്ഥാനമേറ്റു. ഇരിങ്ങാലക്കുട MCP കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങുകൾക്ക് ലയൺസ് ക്ലബ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില നേതൃത്വം നൽകി. പ്രസിഡന്റ് ആൻഡ്രൂ CJ അധ്യക്ഷത വഹിച്ച ആദരണ സമ്മേളനം അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. റോയ് ജോസ് ആലുക്കൽ, ഹാരിഷ് പോൾ, അജിതൻ PK, പ്രദീപ് MC എന്നിവർ ആശംസകൾ നേർന്നു. ഷാജൻ ചക്കാലയ്ക്കൽ സ്വാഗതവും ജോൺ TA നന്ദിയും പറഞ്ഞു. ഭാസിരാജ് AP പ്രസിഡന്റ്, ജോൺ TA സെക്രട്ടറി, ഷാജൻ ചക്കാലയ്ക്കൽ ട്രഷറർ എന്നിവരാണ് സ്ഥാനമേറ്റത്.
വളരെ വലിയ രാഷ്ട്രീയ മഹാന്മാരും അമേരിക്കൻ പ്രസിഡന്റ് കെന്നഡി മുതൽ ഒരുപാട് വലിയ നേതാക്കൾ നമ്മുടെ പ്രസ്ഥാനത്തിലുണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഉപരാഷ്ട്രപതി രാധാകൃഷ്ണൻ നമ്മുടെ ഒരു ലയൺ ലീഡറാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ പേപ്പറിൽ വായിച്ചു, നമ്മുടെ ബംഗാൾ മുഖ്യമന്ത്രി നമ്മുടെ ഒരു റീജിയൻ ചെയർമാനായിരുന്നു. ഇന്ന് നമ്മുടെ ക്രിക്കറ്റ് താരം കേരളത്തിൻ്റെ ചാമ്പ്യൻ സഞ്ജു സാംസൺ നമ്മൾ അമ്പലപ്പുഴ ലയൺസ് ക്ലബിലെ മെമ്പറാണ്. അപ്പോൾ നമുക്ക് അഭിമാനിക്കാൻ മറ്റൊരു താരം കൂടിയാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ ഈ തോമസ് ഉണ്ണിയാടൻ സാറിനെ ഞാൻ ഞങ്ങൾ MLA ആയിട്ടൊന്നല്ല കണ്ടിട്ടുള്ളത്, ഒരു സഹപ്രവർത്തകനായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്, ഒരു സഹകാരിയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഈ സംഘടനയോട് ചേർത്ത് പിടിക്കാൻ ഏറെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരും പേരിൽ അദ്ദേഹത്തെ ഈ വെസ്റ്റ് ഇരിഞ്ഞാലക്കുട ലയൺസ് ക്ലബിൻ്റെ മെമ്പർഷിപ്പിലേക്ക് എടുത്തുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആ മെമ്പർഷിപ്പിൻ്റെ കിറ്റ് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ ആദ്യഘട്ടം ഇവിടെ ആസ്ട്രേലിയൻ MP-യും മുൻ മന്ത്രിയും മേയറുമായിരുന്ന ഡേവിഡ് ഹോഡ്ജറ്റ് രൂപത ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടനെ സന്ദർശിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതിക്ക് ആവശ്യമായ ഇടപെടൽ നടത്തി രണ്ട് രാജ്യങ്ങൾക്കും ഗുണപ്രദമാക്കുന്നതിന് പാർലമെന്റിൽ ഇടപെടുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഓസ്ട്രേലിയൻ മെൽബൺ രൂപത മുൻ ബിഷപ്പ് ബോസ്കോ പുത്തൂരുമായും അദ്ദേഹം ചർച്ച നടത്തി. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജിൻ മൊറേലി, CFI ലോ കോളേജ് മാനേജർ PJ മാത്യു, തിരക്കഥാകൃത്ത് CBK തോമസ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട ഈസ്റ്റ് കോമ്പാറ ചക്കാലയ്ക്കൽ വിൻസെന്റ് മകൻ ആർദർ അന്തരിച്ചു. 37 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച വൈകിട്ട് 4-ന് സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. അഞ്ജലി ഭാര്യയും അമീറ മകളുമാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.